ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ വലയിട്ട്, അതായത് വെളുപ്പിനെ 4 മണിക്കാണ് വലയിട്ടത്. അപ്പോൾ ഒഴുക്ക് തീരെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒഴുക്കായി. നമ്മൾ 2 വലയാണ് ഇട്ടിരിക്കുന്നത്. ഒരു വല നമ്മൾ വലിച്ച് അതേ കിട്ടിയ മീനാണിത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വല നമ്മൾ വലിക്കാൻ പോവുക. ഈ വല ഇടുന്നതും ഈ വല എടുക്കുന്നതും വീഡിയോ നമുക്ക് എടുക്കാനൊത്തില്ല. അപ്പോൾ മീനൊന്നും ഇല്ല എന്നുള്ള പ്രതീക്ഷയിലാണ് വല ഇട്ടത്. പക്ഷെ വല വലിച്ചപ്പം നിറച്ച് മീനാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. കാര്യം എല്ലാ ദിവസവും വീഡിയോ എടുക്കും, മീനില്ല. അങ്ങനെ വന്ന കാരണമാണ് വീഡിയോ എടുക്കാൻ. അതിലിപ്പോൾ ഇത് നിറച്ച് മീൻ കിട്ടി. അടുത്ത വല നമുക്കൊന്ന് വലിച്ചു നോക്കാം. വല കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പം 4 മണിയായുള്ളൂ. വെളുപ്പിനെയല്ലേ. പക്ഷെ രാവിലെ നേരം വെളുത്ത് വലിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാമായിരുന്നു. ഇപ്പം ഇത്ര വെളുപ്പിനെ അല്ല, പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ഒഴുക്കാവുകയാണ്. എവിടെ വലിച്ചു വെക്കുക. ഇനിയിപ്പോൾ അത് മാറ്റാനുള്ള സമയമില്ല. ശകലം നേരമായി വല വലിച്ചിട്ട്. നിറച്ച് മീന ഇതൊക്കെ പോയൊന്നുമില്ല. എങ്ങാണ്ടോ 2 നിറച്ച് മീന. അതെ, വീണ്ടും തൂളിയ. വലയൊക്കെ ആകെ നാശമായി. അല്ലെങ്കിൽ മീൻ കൂടുതൽ കിട്ടുമ്പം വല എല്ലാം വലിയ ഇത് 65 mm വലയിലല്ലേ നമുക്ക് കിട്ടുന്നത്. പിന്നെയുണ്ട്. പൊന്നെടുക്കാൻ ഒരു രക്ഷയില്ല. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക. പറ്റത്തില്ല. ഇത് മാർക്കറ്റ് നമ്മള് ചെന്നിട്ട് ഇനിയിപ്പോ ഈ വല എടുത്ത് വിളിച്ചെല്ലാം വരുമ്പം സമയമാവും. വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കുക. ഈ 2 വല നിറച്ച് മീന. എന്തായാലും മീൻ കുറെ ദിവസമായി നമുക്ക് വലയിട്ടാ മീൻ കിട്ടുന്നില്ല. അതെ, ചൂളിയാണേലും നമ്മുടെ വല മീൻ കിട്ടാൻ തുടങ്ങി. ഒരെണ്ണം പോയി. അത് ചെയ്യണ്ട. പിന്നെ ഇത് ഉടക്ക. ഇനി ഇതാണ്ടത്. അതിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കക്കായും എല്ലാം ഉണ്ട്. ഒരു ഒഴുക്കായിട്ട് അത് കുറുവായ. വീണ്ടും മീനാണ്. മീനുമുണ്ട്, പേപ്പറും ഉണ്ട്. ഒഴുക്കായി കഴിഞ്ഞാൽ മുഴുവൻ ചപ്പും പോലെ കയറും. പിന്നെ വരുന്നുണ്ട്. അത് പോയി.
എങ്ങനെ എടുക്കാനാ ഇത്? കുറേശ്ശെ ഒരറ്റത്തുനിന്ന് എങ്ങനെയെങ്കിലും കുറേശ്ശെ എടുക്കുക. വല മുഴുവൻ കക്കായാണ്, അത് ഒഴുകി വീണ്ടും വരുന്ന. നമ്മൾ വല വലിച്ച് നമ്മുടെ ഇക്കരെ കര ആയിരിക്കുകയാണ്. അയ്യോ, പിന്നെ ഒത്തിരിയാ. പ്ലാസ്റ്റിക് തൂളിയും കൂടി ഉൾപ്പെടെ വന്നു. അടുത്ത് വേണ്ട രണ്ടെണ്ണം ഇത് ഒരു സ്ഥലത്ത് തന്നെ. പിന്നെ തുളിയല്ലാതെ വേറെ ഒരു മീനും ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറുവ വരുന്നു. ഇനി അക്കരെ ചെന്ന് നമ്മൾ വല വലിച്ചു കഴിഞ്ഞിട്ട് ഒരറ്റത്തുനിന്ന് നമുക്ക് എടുക്കാൻ തുടങ്ങണം. വേണ്ടതേ ഉണ്ടോ, വരുന്നുണ്ടോ? അയ്യോ, എല്ലാം മുഴുത്ത തൂളി. ഈ കര വന്നപ്പം ഇവിടെ ഉടക്കുണ്ട്. മടല മൊത്തം പേര് ഉടക്കിയിരിക്കുക. വല കീറുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ മൊത്തം പേര് ഉടക്കിയിരിക്കുക. എങ്ങനെ ഉടക്കിയിരിക്കുന്നുള്ളതാണ്. മൊത്തം കയറി ഉടക്കിയിരിക്കുക. അതെ, ഇത് വലക്കകത്ത് കുരുങ്ങിപ്പോയി. ഓ, എന്തുമാത്രമാ വെള്ളത്താൽ എങ്ങനെ കൊണ്ടുപോകാൻ നോക്കൂ. വെള്ളം ഇപ്പൊ തന്നെ പകുതി ആയി. വെള്ളവും എല്ലാം കൂടെ ആകുമ്പോ അല്ലേ കേട്ടത്തില്ലേ? അറച്ചു തൂടി കൊണ്ട് ഉടക്കൊണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ ആറിൻ്റെ തീരത്ത് ഉള്ള തെങ്ങെന്ന് വീഴുന്ന പോലെയൊന്നും ആരും എടുക്കത്തില്ല. അത് വീണ്ടും വീണ്ടും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വല ഇനിയും റെഡിയാക്കി എടുക്കണേ ഒരു പണി. കുറുവായ ഉണ്ടായിരുന്നല്ലേ? ആണോ? അതിനെ കടിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടേ. അങ്ങനെ ഒന്ന് കടിക്കാൻ നോക്കി പാടുണ്ടല്ലേ? പാലിൻ്റെ അവിടെ കരത്തിൽ ഞാൻ കേട്ടായിരുന്നു. ഓ, നമ്മുടെ വല മുഴുവൻ അഴുക്കായി അല്ലേ? അത്ര കടകല് വേണ്ട, ഒഴുകി വന്ന് കയറിയ. ഇങ്ങോട്ട് പോകാൻ അത്ര അപ്പം എങ്ങനെ
വല കിടക്കുന്നുണ്ട്. വല കടകലയല്ല അവിടെയൊക്കെ ഇരിക്കുന്നു. അതിന് പടിയുണ്ട്. അത് ഇതുവഴി അങ്ങോട്ട് കയറ്റിവിടാം. വീറൂപ്പിയ എന്ത് ചെയ്യാനാ? ആ കുറ്റി നോക്കട്ടെ, വലയൊന്ന് വലിച്ചു നോക്കട്ടെ. വല മുഴുവൻ പോയി. കടകളല്ല അവിടെ ഇരിക്കുന്നു. പിന്നെ രണ്ട് തൂള്. ആ കുറ്റിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. മീൻ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ എല്ലാ ദിവസവും വലയിടും. വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് വരും. പക്ഷേ വല വലിക്കും, മീനൊന്നുമില്ല. പിന്നെ എടുക്കും. അങ്ങനെ നമ്മൾ സഖി കെട്ട്. അതാണ് ഇന്ന് പശ്ചിമത്തെ വലയിലൊന്നും വല ഇട്ടിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പക്ഷെ മീൻ അത്ര വല വലിച്ച് കുറച്ചായി കഴിഞ്ഞപ്പോഴാണ് മീൻ അങ്ങനെ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ അത് വലിച്ചു കഴിഞ്ഞാണ് രണ്ടാമത് നമ്മൾ തുറന്നത്. ഇനി അതെ ഇനി നമ്മൾ നമ്മുടെ കടയിലോട്ട് ചെന്നിട്ട് മീൻ എടുത്തു കഴിഞ്ഞിട്ട് എന്തുമാത്രം മീനുണ്ട് നമുക്ക് കാണാം. ഓക്കെ, അത് നോക്കി ചത്തിട്ടില്ല. അപ്പോൾ അതിന് വലയൊന്ന് എടുത്ത് വരുമ്പോൾ മീന നിറച്ച് മീന. നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് ഇനി നമ്മൾ മീൻ എടുക്കാനുള്ള ശ്രമം. മീനെടുക്കാനൊരു കുറേ സമയമെടുക്കും. അപ്പോൾ മീൻ എടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഓക്കെ കേട്ടെ. വലയുടെ അടിയിലെല്ലാം ഇവിടെ എല്ലാം മീനാ, മൊത്തം മീനാ. കിട്ടത്തുള്ളൂ. നമ്മളിത് ഇവിടെ വെച്ച് മീനെടുക്കാൻ രണ്ടുപേർക്കും കൂടെ എടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ എഞ്ചിൻ വെള്ളത്തിലോട്ട് അടിപ്പിക്കുക വെള്ളം. അതാകുമ്പോൾ സൗകര്യമാണ്. രാമൻ വെള്ളത്തെ കയറി അവന് നേരത്തെ നിൽക്കുകയാണ്. ഇന്നലത്തെ മഴയാണ്, അവിടുത്തെ കുറച്ച് വെള്ളമുണ്ട്. വെള്ളത്തിലിട്ട് തുഴയിട്ടതാണ്, ഭയങ്കര സ്വരം. ഒരറ്റത്ത് നിന്നിട്ട് പിടിക്കുക. അവിടുന്ന് എടുത്ത് വിടണം. വരുന്നുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സൗകര്യം. വള്ളത്തിലിരുന്ന് കുറച്ച് മീനേ ഉള്ളെങ്കിൽ നമുക്ക് വള്ളത്തിൽ ഇരുന്ന് മീൻ എടുത്ത് വിടാം. ഉണ്ടോ? ആ മീൻ ഇനി നമ്മൾ മീന് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുകയാണ്. രണ്ടുപേരും കൂടെ നിന്ന് ഇങ്ങനെ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഉണ്ടോ? നമ്മുടെ കഴുന്ന കടിച്ച മീന.
ഇത്രയും ഭാഗമാണ് കടിച്ചിരിക്കുന്നത്. കാണാവോ? ഇടയ്ക്ക് അഴുകിയുള്ള സൈഡ്. മീനെടുത്ത് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും നമ്മൾ. ഇപ്പോൾ നമ്മൾ വലിയ വെള്ളത്തിലേക്ക്, എഞ്ചിൻ വെള്ളത്തിലേക്ക് അടുപ്പിച്ച് നമ്മൾ എഞ്ചിൻ വെള്ളത്തിലേക്കാണ് മീനെടുക്കാൻ വേണ്ടി മാറ്റിയത്. വല എഞ്ചിൻ വെള്ളത്തെ വെച്ച് മീൻ നമ്മുടെ ഈ വെള്ളത്തിൽ വിട്ടു. കണ്ടോ, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീനാണിത്. ഇത്ര മീൻ, ചൂളിയുണ്ട്, കുറുവായുണ്ട്, ഒരു കരിമീനുണ്ട്. ഒരു കരിമീനുണ്ടോ? അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടാണ് ഇത് ഊരിയത്. അതാണ് കരിമീനെ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ. ഹെലികോപ്റ്റർ ഉണ്ടല്ലേ? എന്തായാലും നമുക്ക് ഇന്ന് ഇത്ര മീനാണ് കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ? ഞങ്ങൾ ഏറെ ദിവസം കൂടിയിരുന്ന് കിട്ടുന്ന മീനാണിത്. തൂളിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മണി വന്നില്ല.